മലയാളികളെ വീണ്ടും ഞെട്ടിപ്പിച്ച് ആ പരസ്യ ചിത്ര സംവിധായകൻ ഈ വെള്ളിയാഴ്ച മുതൽ മറ്റൊരു അവതാരം പൂണ്ടിരിക്കുകയാണ്. സിനിമ കണ്ടിറങ്ങുന്നവർ ഷൺമുഖം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം നൽകുന്ന നൊമ്പരത്തിനൊപ്പം അന്വേഷിക്കുന്നത് ആ വില്ലൻ ആരെന്നാണ്. പക്ഷെ പയ്യെ പയ്യെ പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് ജോർജ് മാത്തൻ എന്ന ജോർജ് സാർ. വോഡാഫോൺ നേരത്തെ ഹച്ചായിരുന്നപ്പോൾ കുട്ടിയും പഗ് ഡോങ്ങും തമ്മിലുള്ള സൗഹൃദം കാട്ടിത്തന്ന പരസ്യങ്ങൾ ഓർമ്മയില്ലേ? ഹലോ നമസ്കാരം, പേജ് 10 സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊന്ന് പിറകിലേക്ക് പോകാം. പിറകിലേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ പിറകിലേക്ക് പോകാം. 2009 IPL സീസൺ, അതായത് IPL രണ്ടാമത്തെ സീസൺ. TV ലൈവ് കണ്ട ആൾക്കാരെ കൂടുതൽ ആകർഷിച്ചത് കളികളല്ലായിരുന്നു സത്യത്തിൽ, പകരം ഒരു പരസ്യമായിരുന്നു. മുട്ടയുടെ ഷേപ്പുള്ള തലയും അവ്യക്തമായ പ്രത്യേക ശബ്ദവുമായി വന്ന് നമ്മളെ ചിരിപ്പിച്ച വോഡാഫോണിൻ്റെ സൂസുകൾ. ഇന്ത്യൻ പരസ്യ ചിത്ര ചരിത്രത്തിൽ പിന്നീട് കൾട്ടായി മാറിയ ആഡ് ഫിലിം. സൂസുകൾ ഇന്നും നമ്മളിൽ ചിലർക്ക് നൊസ്റ്റവുമാണ്. ഈ പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയത് ഒരു മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ അന്ന് ഒരുപാട് പേർ ഞെട്ടിയിരുന്നു. മലയാളികളെ വീണ്ടും ഞെട്ടിപ്പിച്ച് ആ പരസ്യ ചിത്ര സംവിധായകൻ ഈ വെള്ളിയാഴ്ച മുതൽ മറ്റൊരു അവതാരം പൂണ്ടിരിക്കുകയാണ്. തരുൺ മൂർത്തി ചിത്രം തുടരുവിൽ മോഹൻലാലിനെ പോലും സൈഡാക്കിയ വില്ലനായി പ്രകാശ് വർമ്മ എന്ന ആ പരസ്യ ചിത്ര അതികായൻ്റെ പരകായ പ്രവേശം. ആദ്യ സിനിമയിൽ തന്നെ അതിഗംഭീര പെർഫോമൻസ്, ചിത്രത്തിലെ എല്ലാ മൂഡിനും ഉതകുന്ന തരത്തിലുള്ള മികച്ച പ്രകടനം. സിനിമ കണ്ടിറങ്ങുന്നവർ ഷൺമുഖം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം നൽകുന്ന നൊമ്പരത്തിനൊപ്പം അന്വേഷിക്കുന്നത് ആ വില്ലൻ ആരെന്നാണ്. സുന്ദര കോമള കൊടൂര വില്ലൻ പ്രകാശ് വർമ്മ ചെയ്ത ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റൂ. സിനിമയുടെ ആദ്യ പകുതിയുടെ അവസാനത്തോടു കൂടി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ കഥാപാത്രത്തിൻ്റെ എൻട്രി. വളരെ കൂളായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാണ് വരുന്നത്. ചിരിച്ചുകൊണ്ട് കൈ താഴ്ത്തി ഹലോ പറഞ്ഞ് ഒരു പ്രത്യേക ടോണിൽ സംസാരിച്ച് വ്യത്യസ്തമായ ശാരീരിക ഭാഷയിൽ എത്തുന്ന കഥാപാത്രം. പക്ഷെ പയ്യെ പയ്യെ പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് ജോർജ് മാത്തൻ എന്ന ജോർജ് സാർ. അടുത്ത നിമിഷം എങ്ങനെ പെരുമാറുമെന്ന് അറിയാത്ത കഥാപാത്രമായി മാറുകയാണ് ജോർജ് സാറിൻ്റെ കഥാപാത്രം. ചിരിച്ചുകൊണ്ട് തന്നെ പകർന്നാടുന്ന വില്ലനിസത്തിൻ്റെ അതിമൂർത്ത ഭാവമാവുകയാണ്. ചിലയിടത്ത് ജോർജ് സാർ മോഹൻലാലിൻ്റെ ഷൺമുഖത്തിൻ്റെ ഒപ്പത്തിനൊപ്പമോ അതിന് മുകളിലോ ഒക്കെ കയറി പെർഫോം ചെയ്യുന്നുണ്ട്. നായകനും വില്ലനും പരസ്പരം കൊണ്ടും കൊടുത്തുള്ള നിറഞ്ഞാട്ടം പലപ്പോഴും സ്ക്രീനിൽ കാണാം. നിരവധി പേരാണ് പ്രകാശ് വർമ്മയുടെ ഈ പെർഫോമൻസിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ഫേസ്ബുക്കിലേക്ക് നല്ല വിലയിരുത്തലുകൾ പങ്കുവയ്ക്കുന്ന ശുഭു ഗോപാലകൃഷ്ണൻ എഴുതുന്നത് ഇങ്ങനെയാണ്: തുടരുമെന്ന സിനിമയിൽ മോഹൻലാൽ ഒരു അത്ഭുതമല്ല, ഒരുപാട് തവണ നമ്മൾ അന്തം വിട്ട് കണ്ട അത്ഭുതമാണ് മോഹൻലാൽ. വീണ്ടും വീണ്ടും അത് കാണാനുള്ള നമ്മുടെ കൊതിയുടെ സാക്ഷാത്കാരമാണ് തുടരും. എന്നാൽ അത്ഭുതം ഈ മുതലാണ്. അയാൾ വന്നു കയറിയത് മുതൽ സിനിമ അയാളുടെ കൈകളിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആണ് സിനിമ ലെവലുകൾ ഓരോന്നായി ചവിട്ടിക്കയറുന്നത്, വലിഞ്ഞു മുറുകുന്നത്. അതിനുവേണ്ടി കഥാപാത്രത്തിൻ്റെ അളവിനും തൂക്കത്തിനും അനുസരിച്ച് ശരീരം കൊണ്ടും ശാരീരം കൊണ്ടും അയാൾ നടത്തുന്ന ഒരു അഴിഞ്ഞാട്ടമുണ്ട്. സ്ക്രീനിൽ നിന്ന് കണ്ണും കാതും എടുക്കാനാവാതെ നമ്മളെ അറസ്റ്റിലാക്കുന്ന അന്യായ അസാധ്യ പെർഫോമൻസ്. NF വർഗീസിന് നഷ്ടമായപ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട ഒരു അഭിനയ മൂർച്ചയുണ്ട്. ശബ്ദവിന്യാസം കൊണ്ട് കഥാപാത്രം ചങ്കിൽ കയറുന്ന ഒരുതരം കൂർപ്പ്, അതാണ് പ്രകാശ് വർമ്മയുടെ ജോർജ് സാർ. മാധ്യമപ്രവർത്തകനായ റിബിൻ രാജു എഴുതുന്നത് ഇങ്ങനെയാണ്: ഈ മുതലിനെ തല്ലണമെന്ന് മനസ്സിൽ തോന്നിയവർ കമോൺ, എക്സലൻറ്റ് ആക്ടിങ്. അതായത് ഈ ജോർജ് സാറിൻ്റെ കഥാപാത്രം പ്രകാശ് വർമ്മ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് റിബിൻ രാജു ഇങ്ങനെ കുറിക്കുന്നത്. ഇങ്ങനെ നിരവധി പേരാണ് ഈ കഥാപാത്രത്തെക്കുറിച്ച് അത്യത്ഭുതപൂർവ്വം എഴുതുന്നത്. യഥാർത്ഥത്തിൽ തരുൺ മൂർത്തി ഒളിപ്പിച്ചു വെച്ച സർപ്രൈസ് ഫാക്ടറാണ് പ്രകാശ് വർമ്മ. പ്രൊമോഷൻ ഇൻ്റർവ്യൂയിലോ സിനിമയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു വാർത്തയിലോ അല്ലെങ്കിൽ ട്രെയിലറിലോ പോലും പ്രകാശ് വർമ്മ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം പ്രേക്ഷകരിലേക്ക് സർപ്രൈസ് എലമെൻ്റായും കൂടുതൽ പതിയുകയാണ്. ചിത്രത്തിലെ മികച്ച കാസ്റ്റിങ്ങുകളിലൊന്നും പ്രകാശ് വർമ്മയാണ്. ഈ പുതിയ പ്രതിഭകളെ നിർണായക റോളുകളിൽ ധൈര്യസമേതം അവതരിപ്പിക്കുന്ന സംവിധായകൻ കൂടിയാണ് തരുൺ മൂർത്തി. സൗദി വെള്ളക്കയിൽ ഉമ്മയായി മാറിയ ദേവി വർമ്മ തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. ദേവി വർമ്മയുടെ പ്രകടനത്തിന് സംസ്ഥാന അവാർഡ് വരെ കിട്ടി. അഭിനയ രംഗത്ത് പ്രകാശ് വർമ്മ തുടരുന്നുവെങ്കിൽ മലയാളത്തിന് ഇതാ വീണ്ടും ഒരു മികച്ച ക്യാരക്ടർ നടനെ കിട്ടിയിരിക്കുന്നു എന്ന് പറയാം. തരുൺ മൂർത്തിക്ക് അഭിമാനിക്കാം. സൂസു മാത്രമല്ല പ്രകാശ് വർമ്മയുടെ പരസ്യങ്ങൾ. പ്രശസ്തമായ പല പരസ്യങ്ങളുടെയും പിന്നിൽ പ്രകാശ് വർമ്മ ഉണ്ടായിരുന്നു. ഷാറൂഖ് ഖാൻ അപ്രതീക്ഷിതമായ ആളുകളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ദുബായ് ടൂറിസത്തിൻ്റെ പരസ്യങ്ങൾ ഓർമ്മയില്ലേ? വോഡാഫോൺ നേരത്തെ ഹച്ചായിരുന്നപ്പോൾ കുട്ടിയും പഗ് ഡോങ്ങും തമ്മിലുള്ള സൗഹൃദം കാട്ടിത്തന്ന പരസ്യങ്ങൾ ഓർമ്മയില്ലേ? കേരള ടൂറിസത്തിന് തന്നെ വിവിധ പരസ്യങ്ങൾ അദ്ദേഹം ഒരുക്കി. മമ്മൂട്ടി, ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രമായ നൻപകൽ നേരത്ത് മയക്കം സിനിമയ്ക്ക് പ്രചോദനമായ ഗ്രീൻ പ്ലേയുടെ പരസ്യം ഒരുക്കിയതും പ്രകാശ് വർമ്മയാണ്.
മാത്രമല്ല കിറ്റ്കാറ്റ്, ക്യാമറി, ബിസ്ലരി, ഐഫോൺ, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് തുടങ്ങി ദേശീയവും അന്തർദേശീയവുമായ നിരവധി ബ്രാൻഡുകൾക്ക് വേണ്ടി പരസ്യ ചിത്രങ്ങൾ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പരസ്യചിത്ര മേഖലയിൽ കയ്യൊപ്പ് പതിഞ്ഞ അല്ലെങ്കിൽ കയ്യൊപ്പ് പതിപ്പിച്ച കലാകാരനാണ് പ്രകാശ് വർമ്മ. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത പരസ്യചിത്ര നിർമ്മാണ കമ്പനി നിർവാണ അദ്ദേഹം സ്ഥാപിച്ചതാണ്. ആലപ്പുഴ സ്വദേശിയാണ് പ്രകാശ് വർമ്മ. അദ്ദേഹത്തിന് സിനിമയുമായി നേരത്തെയുള്ള ബന്ധം ഈ ലോഹിതദാസ്, വിജി തമ്പി എന്നിവരുടെ സംവിധാന സഹായിയായിരുന്നു. പിന്നീട് VK പ്രകാശിനൊപ്പമാണ് അദ്ദേഹം പരസ്യചിത്രത്തിലേക്ക് കടന്നത്. എന്തായാലും താരരാജാവും പരസ്യചിത്ര രാജാവും ഏറ്റുമുട്ടുന്ന ചിത്രം ബോക്സ് ഓഫീസിലും രാജാവാകാനുള്ള കുതിപ്പിലാണ്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ ഇനത്തിൽ എമ്പുരാനെയും തുടരും മറികടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. കറുത്ത അംബാസിഡർ കാറുമായി ഷൺമുഖവും വില്ലത്തരത്തിന്റെ അതിമൂർത്ത ഭാവവുമായി ജോർജ് സാറും അങ്ങനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ.